എന്റെ കൺമുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ ഓർക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെങ്ങനെ മറക്കും സോഫി? എന്റെ കയ്യിൽ സംഭവിച്ച ആ കൈപ്പഴ എന്റെ പെങ്ങളെ മാനസിക രോഗിയാക്കി. ജീവിതത്തിൽ എന്തെങ്കിലും എന്റെ പെങ്ങൾ എന്നെ വീണ്ടും ചേട്ടാ എന്ന് വിളിക്കുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പോയിട്ട് വരൂ. താങ്ക് യു വെരി മച്ച്. എന്തിനാ കരയുന്നേ? എന്തു പറ്റി? കരയണ്ട കേട്ടോ. എന്റെ കുഞ്ഞിനെ കണ്ടോ? നല്ല കുഞ്ഞായിരുന്നു. അവൻ ചത്തുപോയി. വിഷമിക്കാതിരിക്കും. ഒട്ടും താമസിക്കാതെ തങ്ങളുടെ സഹോദരിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടും. എനിക്ക് നല്ല ഉറപ്പാണ്. അത് കാണാൻ ഞാനുണ്ടാകില്ല പ്രകാശ്. എനിക്ക് ഒരുറപ്പ് മാത്രം തന്നാൽ മതി. ജീവിതത്തിൽ എന്തെങ്കിലും അവൾ വീണ്ടും പഴയ ബന്ധുവായി തിരിച്ചു വന്നാൽ അവളുടെ ചേട്ടൻ അവളെ കാണാൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയണം. ഒരു നേഴ്സിന്റെ ജോലിയെങ്കിലും ഇവിടെ കൊടുത്ത് അവൾക്ക് സംരക്ഷണം നൽകണം. എന്താണ് റോയ് കൊച്ചുകുട്ടികളെ പോലെ? കമോൺ. റോയ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിൽ ഒതുക്കിയാണ് അവൻ നടക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല. വളരെ വേഗത്തിൽ നിന്നെ അവൻ വീഴ്ത്തിക്കളയും.
ബി കെയർഫുൾ. മിസ്റ്റർ ജോർജ്, ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു കുട്ടിക്കളിയല്ല. ഗ്രാമങ്ങൾ തോറും കൊള്ളയടിക്കുകയും കുടുംബങ്ങളെ ഒന്നടങ്കം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗാങ്ങിന്റെ ലീഡറെ തേടാൻ മറ്റൊരു കൊലപാതകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സപ്പോസ് അവർ പരസ്പരം തിരിച്ചറിയുമ്പോൾ അവരൊന്നായി നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും, അതും അവനെ സൂക്ഷിക്കാൻ അവിവാഹിതയായ സ്വന്തം സഹോദരി. സാറ് വിചാരിക്കുന്ന പോലെ അത്ര സീരിയസ് അല്ല. വാട്ട് ഡു യു മീൻ? എന്റെ സഹോദരിയുടെ കൂടെ 5 പേരാണ് സഹായത്തിന്. ഒരു വിരലമർത്തിയാൽ ചീറിപ്പാഴുന്ന 5 ബുള്ളറ്റുകൾ നിറച്ച റിവോൾവർ. അവളെ രക്ഷിക്കാൻ അത് ധാരാളം മതിയാവും. ആളാരാണെന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിൽ നേരിട്ട് അറസ്റ്റ് ചെയ്തുകൂടെ? എന്തിനെ ടെൻഷൻ? ചെയ്യാം, പക്ഷേ അത് വേരോടെ അറക്കണം, ഒരിക്കലും മുളയ്ക്കാത്ത രീതിയിൽ. സാറിന് അറിയാമോ, കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട റോയിയെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തത് എന്ത് ധാരണയിലാണെന്ന്? നോ! മാനസിക രോഗിയായിരുന്ന എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയവനെ വെട്ടിനുറുക്കിയതിന് നിയമം എനിക്ക് നൽകിയത് കൊലമരമാണ്. ആ നിമിഷവും കാത്തു കഴിയുന്ന ഒരു കൊലപാതകയാണ് ഞാൻ. ഏറ്റവും വേഗത്തിൽ എല്ലാ വേദനകളും മറക്കുന്ന ഒരു ലോകത്തിലേക്ക് യാത്രയാവാൻ കൊതിക്കുന്ന ഒരു കുറ്റവാളി. നിയമത്തെ രക്ഷിക്കാൻ എന്റെ സഹായമോ സാധ്യമല്ല. ഏതാനും ദിവസങ്ങൾ മാത്രം ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് അഭിനയിച്ചാൽ മതി. വൈരത്തെ വൈരം കൊണ്ട് തന്നെ എടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ സമീപിക്കുന്നത്. സോറി ഇൻസ്പെക്ടർ, ഐ കാൺട്ട്. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ പാടില്ലാത്തതാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നത്. ഒരു നിരപരാധിയെ വെട്ടിക്കൊന്നിട്ട് വേണോ നിനക്ക് കൊലമരത്തിലേക്ക് പോകാൻ? ഇൻസ്പെക്ടർ, മാനസിക രോഗിയായ നിന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയത് നീ വെട്ടിക്കൊന്ന കമ്പൗണ്ടർ തങ്കച്ചനാണെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? അതെ, അവൻ തന്നെ. നോ, അല്ല, അവൻ നിരപരാധിയാണ്. രോഗവിമുക്തിയായി കൊണ്ടിരുന്ന നിന്റെ സഹോദരി ഈ നിലയിൽ എത്തിച്ച ആ കാട്ടാളൻ ഇന്നും സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. മാന്യതയുടെ മൂടുപടവും അണിഞ്ഞു. നേഴ്സ് ലീലയിൽ നിന്നും എല്ലാം ഞാൻ അറിഞ്ഞത് നിന്റെ ജഡ്ജ്മെന്റിന് ശേഷമാണ്. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇന്ന് എന്റെ കയ്യിലില്ല റോയി. അല്ലെങ്കിൽ അവൻ ഇതിനു മുമ്പ് ഈ ഇരുമ്പഴിക്കുള്ളിൽ വീഴുമായിരുന്നു. ഇൻസ്പെക്ടർ, ആരാണവൻ? പറയൂ പ്ലീസ്. എന്റെയും നിന്റെയും ലക്ഷ്യം ഒരു താവളത്തിലേക്ക് തന്നെയാണ്. നിനക്ക് എന്റെ കൂടെ വരാമോ? എന്റെ ലക്ഷ്യം നിറവേറിയാൽ അടുത്ത നിമിഷം ഞാൻ അവനെ നിനക്ക് കാണിച്ചു തരാം. പറയൂ സർ, എവിടെ വരണം? ഏത് വേഷം കെട്ടണം? ആരെ പിടിക്കണം? പറയൂ, ഞാൻ വരാം. ഈ രഹസ്യം എന്റെ പക്കൽ ഉള്ളിടത്തോളം അവൻ എന്നെ വഞ്ചിക്കില്ല സാർ. സാർ ഭയപ്പെടാതിരിക്കും. എനിക്ക് ജോർജിനെ ഭയമില്ല. റോയിയുടെ ചലനങ്ങൾ സോഫി വാച്ച് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് വീട്ടിലും പരിസരത്തും 2 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ട്. മഫ്തി. ഏതായാലും സാർ ഇവിടെ എത്തിയ വിവരം പുറത്താരും അറിയണം. ഓഫ് കോഴ്സ്. ഞാൻ നാളെ രാത്രി വന്ന് വിവരങ്ങൾ അറിയിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ.
സോഫി, ഞാനാണ്. എന്താ ചേട്ടാ? അവൻ എന്തെടുക്കുന്നു? ആര്? റോയ്. ഉറങ്ങിയല്ലോ. ഉറങ്ങിയോ? എപ്പോഴേ ഉറങ്ങി. നീ ഒന്ന് പോയി നോക്കി. ഒരു മിനിറ്റ്. മുറി കിടന്ന് നല്ല ഉറക്കമാണ്. സോഫി, സോഫി, എന്റെ ജീപ്പിന്റെ താക്കോലോടെ? സോഫി, എന്താ ചേട്ടാ? കുറെ നാളായി ഞാൻ സോഫിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അവിവാഹിതയും സുന്ദരിയുമായ സോഫി എന്നെ പോലെ കൊലപാതകയായ ഒരാളുടെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന്. ഞാൻ പോലീസ് ഇൻസ്പെക്ടർ ജോർജ് തോമസിന്റെ സഹോദരിയാണ്. വിദ്യാഭ്യാസവും കൂടിയുള്ള തന്റെ സഹോദരിക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ബെൽറ്റ് കൊടുക്കാതെ വിടാൻ എന്റെ സഹോദരൻ അത്രയ്ക്ക് മണ്ടനാണോ? സഹോദരൻ മണ്ടനല്ല, പക്ഷേ സഹോദരി മണ്ടിയാണ്. ഇത് സൂക്ഷിച്ച് ഞാൻ കാണാത്തടത്ത് വെക്കണം. തന്നെയുമല്ല, ബുള്ളറ്റ്സ് ലോഡ് ചെയ്തില്ലെങ്കിൽ സമയമെടുക്കും. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ എപ്പോഴേ കൊലപാതകയാണ്. പിന്നെ എനിക്ക് എന്തിനായി തോക്ക്? റോയ്ക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സംരംഭത്തിൽ റോയ് സഹായിച്ചാൽ റോയിയുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുമെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ശിക്ഷ എനിക്കൊരു പ്രശ്നമേ അല്ല സോഫി. ജീവിതം മുഴുവൻ ശിക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. എനിക്ക് വേണ്ടി മാത്രം ഇനി ആരും കാത്തിരിക്കാനുമില്ല. താളപ്പിഴകൾ മാത്രം സംഭവിച്ചിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ അവസാന രംഗമെങ്കിലും പിഴയ്ക്കാതിരിക്കാനാണ് ഞാൻ സോഫിയുടെ ചേട്ടനെ അനുസരിക്കുന്നത്.
സോഫി, ഇന്നലെ രാത്രി റോയ് ഇവിടെ ഉണ്ടായിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? നിന്നോടാണ് ചോദിച്ചത്. ഇല്ല. എവിടെ പോയി? ബിന്ദുവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രി അവൻ പുറത്തു പോയാൽ എന്നെ ഇൻഫോം ചെയ്യണം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ? എന്നിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ റോയ് അത്ര വൃത്തികിട്ടോനൊന്നുമല്ല. 20 വർഷമായിട്ട് എനിക്ക് അവനെ അറിയാമടി. എന്നിട്ട് നീ എന്നോട് പ്രസംഗിക്കുന്നു. 20 ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പഠിച്ചു കഴിഞ്ഞു. ഹീസ് റിയലി ജെന്റിൽമാൻ. ജെന്റിൽമാൻ? നിനക്കറിയാമോ ആ റിവോൾവർ നിന്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന്? അവിടെയാണ് ചേട്ടന്റെ മെഷർമെന്റ് തെറ്റിയത്. ചേട്ടന് കേൾക്കണോ? എന്റെ കയ്യിൽ നിന്നും മറവി പറ്റിയ ആ തോക്ക് ഇന്ന് അയാൾ തന്നെ എന്നെ ഏൽപ്പിക്കാനുണ്ടായത്. അയാൾ ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ വഞ്ചകനോ നീചനോ ചതിയനോ ആയിരുന്നെങ്കിൽ ചേട്ടൻ വന്നപ്പോൾ എന്റെ ഡെഡ് ബോഡി ആയിരിക്കും കാണുന്നത്. നീ എന്താ സോഫി പറയുന്നത്? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്രയ്ക്കും വേദന കടിച്ചമർത്തി ഒരു ചെറുപ്പക്കാരന് ജീവിക്കാൻ കഴിയുമോന്ന് ഞാൻ ആലോചിച്ചു പോയി. സോഫി, നീ നിന്റെ ചേട്ടന്റെ ഭാവി ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. തിരിച്ചവനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ പിന്നെ അകത്ത് കിടക്കുന്നത് ഞാനായിരിക്കും. ഇല്ല ചേട്ടാ, റോയി നല്ലവനാണ്. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നീ ആരാ? അവന്റെ കാമുകയോ ഭാര്യയോ? ആരാകാനും എനിക്ക് വിരോധമില്ല. ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് അയച്ചത്? മോളെ, നിനക്ക് അവനെ കുറിച്ച് അറിയില്ല. അവൻ നിന്നെ കബളിപ്പിക്കുക. അവന്റെ മരണത്തിന്റെ ദിവസങ്ങളും നിമിഷങ്ങളും എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുക. ഇല്ല ചേട്ടാ, റോയി മരിക്കാൻ പാടില്ല. ചേട്ടൻ റോയിയെ രക്ഷിക്കണം. എന്റെ റോയിച്ചിന് എന്തെങ്കിലും സംഭവിച്ചു